Download now. CC Learning app. ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മുടെ HSST റിസർച്ച് ആപ്റ്റ്യൂഡിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നോക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാം ഹാളിൽ പോകരുത്. കാരണം ഞാൻ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയ സമയത്ത് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ ജനറൽ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് കിട്ടാൻ നമുക്ക് പാടേയില്ല. കാരണം എല്ലാ സബ്ജക്ട്സിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റ്യൂഡ്, എസ്പെഷ്യലി ഇപ്പൊ റിസർച്ച് ആപ്റ്റ്യൂഡ് പറയുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അല്ലെ. 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 5 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഒരു പേപ്പറിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ HSST ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാനും ക്വസ്റ്റ്യൻസ് കിട്ടാനും നമുക്ക് അത്ര വലിയ പാടൊന്നുമില്ല. പക്ഷെ അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ ആക്ച്വലി കുറച്ചൊരു ടൈം എടുക്കണം. അങ്ങനെ ടൈം എടുത്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി, നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, വീഡിയോസ് ആയിട്ട് വരാം. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന, എന്തായാലും പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിന് മുന്നേ തന്നെ നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. സോ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കണ്ടോ, ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ഫ്രീ ക്വിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF ഉണ്ട്, ദെൻ റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് ഉണ്ട്. സോ ഇത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഈസ് ദ കറക്റ്റ് എക്സാംപ്ലർ റെഫറൻസിംഗ് സ്റ്റൈൽ ഫോർ എ ബുക്ക് with 2 editors instead of author while citing a source in your research paper as per APA 7th edition? അപ്പോ APA 7th edition ഒന്നാമത്തെ ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇതില് നമ്മൾ എപ്പോഴും നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ APA 7th edition എന്ന് പറയുന്നത്. ഓക്കെ, APA 7th edition. കാരണം നമ്മുടെ സിലബസിൽ തന്നെ ആ തീസിസ് റൈറ്റിംഗ്, അതിന്റെ സ്റ്റൈല്, അതിന്റെ റെഫറൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടല്ല, 1-2 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടല്ല. അപ്പൊ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ഏരിയ, പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ആണ് ഈ ഒരു APA 7th edition. അതായത് തീസിസ് റൈറ്റിംഗ്, അതിന്റെ റെഫറൻസ്, എങ്ങനെയാണ് സൈറ്റേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങള്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, ഓതറുടെ പേരല്ലാതെ 2 എഡിറ്റേഴ്സിനെ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ സൈറ്റേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ഇത് ഞാൻ വായിക്കുന്നില്ല, പക്ഷെ ഈ ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇതില് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്, ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ A ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് മിസ്സേ പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഇതൊന്ന് പഠിച്ചാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും, അതായത് APA 7th edition പ്രകാരം എങ്ങനെയാണ് 2 എഡിറ്റേഴ്സിനെ തന്ന് അവരുടെ ജേർണലൊക്കെ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അവിടെ സൈറ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്, ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. സോ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. ആദ്യം എഡിറ്ററുടെ പേര് എഴുതുന്നു, കോമ ഇടുന്നു, ദെൻ അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ എഴുതുന്നു, കുത്തിടുന്നു, എന്നിട്ട് കോമ ഇടുന്നു. കാരണം കോമ ഇടുന്നത് വീണ്ടും അടുത്തൊരു എഡിറ്റർ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. അടുത്തത് ആൻഡ് കൊടുക്കുന്നു, ഒന്നില്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ആൻഡ് എന്ന് എഴുതിയാലും മതി. ദെൻ അടുത്ത എഡിറ്ററുടെ പേര് എഴുതുന്നു, അവിടെ കോമ ഇടുന്നു, ഇനിഷ്യൽ ഇടുന്നു, ദെൻ കുത്തിടുന്നു. കാരണം കഴിഞ്ഞു അല്ലെ, ഇനി എഡിറ്റേഴ്സ് ഒന്നും ഇല്ല, സോ കഴിഞ്ഞു, ഇവിടെ കുത്തിടുന്നു. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ എഡിറ്റേഴ്സ് സൂചിപ്പിക്കാനാണ് EDS കൊടുക്കുന്നത്. ദെൻ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു ഡോട്ട് ഉണ്ട്, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, വീണ്ടും ഒരു ഡോട്ട് ഉണ്ട്. ദെൻ അടുത്ത ബ്രാക്കറ്റിൽ ഇയർ ആണ് വരുന്നത് അല്ലെ, ഇയർ ആണ് വരുന്നത്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, അവിടെ അഗൈൻ ഒരു ഡോട്ട് ഇട്ടു. ദെൻ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് ഇറ്റാലിക്സിൽ വേണം എഴുതാനായിട്ട്. എന്താണ്, ഇറ്റാലിക്സിലാണ് ടൈറ്റിൽ ഓഫ് ദ ബുക്ക് കൊടുക്കേണ്ടത്. അവിടെ ഇറ്റാലിക്സ് ആണ്, ഞാൻ അത് ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ടൈറ്റിൽ ഓഫ് ദ ബുക്ക് എന്നുള്ളത് അവിടെ ഇറ്റാലിക്സിൽ കൊടുക്കേണ്ടതാണ്. ദെൻ ഡോട്ട് ഇടുന്നു, ദെൻ അവസാനം പബ്ലിഷറുടെ പേര്. ഓക്കെ, പബ്ലിഷറുടെ പേര്. ഇപ്പൊ ഇതാണ് ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം, ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഇനി എഡിറ്റേഴ്സിനെ തരാതെ അവിടെ കറക്റ്റ് ഒരു ഓതറിനെ തന്നു കഴിഞ്ഞാൽ
എങ്ങനെയാണ് ഓതർ നെയിം, പിന്നെ ആ ബുക്കിന്റെ വോളിയം നമ്പർ, പേജ് നമ്പർ, ദെൻ ടൈറ്റിൽ ഓഫ് ദ ജേർണൽ, ആർട്ടിക്കിളുടെ പേര്, അതൊക്കെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോൺഫറൻസ് ആൻഡ് സിംപോസിയം ഫോക്കസ് ഓൺ ഡിസെമിനേഷൻ ഓഫ് നോളജ്. Conference is a smaller event compared to symposia. In conference, there will be presentation by researchers, professionals, and experts on their latest research findings, exchange ideas, and network. A symposium is usually centered on a specific theme or topic. Which statement are correct? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മുടെ സിലബസിൽ തന്ന കാര്യങ്ങളാണ്. വർക്ക്ഷോപ്പ് ഉണ്ട്, സിംപോസിയം ഉണ്ട്, കോൺഫറൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നതാണ് അവിടെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും റിസർച്ച് പേപ്പറിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ടൈപ്സ് ഓഫ് റിസർച്ചും, അത് ഞാൻ തന്നെ ഇപ്പൊ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ ആ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, എക്സാം ഹാളിൽ പോകാനായിട്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ആക്ച്വലി ഇതൊന്നും പഠിക്കാൻ ഇപ്പൊ വലിയ ടൈമൊന്നും വേണ്ട. ഇതിപ്പോ ആകെ ഇത്രയേ ഉള്ളൂ. കോൺഫറൻസ്, സിംപോസിയം. കോൺഫറൻസ് പറഞ്ഞാൽ ഒരു വലിയൊരു ഇവന്റ് ആണ്, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കോൺഫറൻസ് എന്ന് പറയുന്നത്. സോ ആ ഒരു കോൺഫറൻസിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ക്ലാസ് എടുക്കുന്നത് മാത്രമല്ല, അവിടെ എന്തൊക്കെ വരും, ഒരുപാട് റിസർച്ചേഴ്സിന് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അവരുടെ പേപ്പർ പബ്ലിഷ് ചെയ്യല്ല, അവരുടെ പേപ്പർ പ്രസന്റ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും അവിടെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കൊടുക്കുന്നുണ്ട് കോൺഫറൻസിലാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. വലിയൊരു ഇപ്പൊ ഒരു ദിവസത്തെ കാര്യമായിരിക്കില്ല, ചിലപ്പോൾ 2-3 ദിവസമോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഈ ഒരു കോൺഫറൻസ് പറയുന്നത്. സോ അതില് മെയിൻ ആയിട്ടുള്ള റിസർച്ചർ മാത്രം ആയിരിക്കില്ല പേപ്പർ അവിടെ പ്രസന്റ് ചെയ്യുന്നത്, ഒരുപാട് പേര് പ്രസന്റ് ചെയ്യും. ആൻഡ് അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ കോൺഫറൻസിൽ ഉണ്ടാവും. പക്ഷെ സിംപോസിയം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്മോളർ ഇവന്റ് ആണ് സിംപോസിയം എന്ന് പറയുന്നത്. സോ സിംപോസിയത്തിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ടോപ്പിക് വെച്ചിട്ട് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികൾ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പേപ്പർ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ റിസർച്ച് അവിടെ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. സോ ഫസ്റ്റ് നോക്കുമ്പോൾ കോൺഫറൻസ് ആൻഡ് സിംപോസിയം ഫോക്കസ് ഓൺ ഡിസെമിനേഷൻ ഓഫ് നോളേജ്. രണ്ടും അവിടെ നോളേജ് വ്യാപിപ്പിക്കുന്നതാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഓപ്ഷൻ ഡി നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം അല്ലെ? ഓപ്ഷൻ ഡി നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യുക. അതായത് ഒന്നാമത്തെ ശരിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓപ്ഷൻ ആണ് നോക്കണ്ടേ. അല്ലാതെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി രണ്ടാമത്തെ, കോൺഫറൻസ് ഈസ് എ സ്മോളർ ഇവന്റ് കമ്പയർഡ് ടു സിംപോസിയ. അത് തെറ്റാണ് എന്ന് മനസ്സിലായി. കാരണം എന്താ, കോൺഫറൻസ് വലിയൊരു ഇവന്റ് ആണ്, സിംപോസിയെ നോക്കുമ്പോൾ വലിയൊരു ഇവന്റ് ആണ്. പക്ഷെ കോൺഫറൻസ് ഈസ് എ സ്മോളർ ഇവന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓപ്ഷൻ നോക്കണോ, 2 ഉള്ളതിനെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ? 2 ഇവിടെ തെറ്റാണ്. സോ 2 ഉള്ള ഓപ്ഷൻ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ എയിൽ 2 ഉണ്ട്, അപ്പൊ അതവിടെ എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ ബിയിൽ 2 ഉണ്ട്, അതും അവിടെ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ബാക്കി 2 സ്റ്റേറ്റ്മെന്റ് നോക്കാതെ തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. കണ്ടോ? അല്ലാതെ ഞാൻ ബാക്കി ഒന്നും വായിച്ചു നോക്കിയിട്ടില്ല. ഇവിടെ ഓപ്ഷൻ നമ്മുടെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നും വായിച്ചു നോക്കാതെ തന്നെ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ ആൻസറിലോട്ട് എത്തി. അപ്പൊ ഇങ്ങനെ എപ്പോഴും നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അതായത് 4, 5 സ്റ്റേറ്റ്മെന്റ് തന്നോട്ടെ, അതിലെല്ലാം വായിച്ചു നോക്കി അവിടെ തന്നെ നമ്മൾ ഇത് വരും ഇത് വരില്ല എന്നൊക്കെ നോക്കി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തായാലും തെറ്റും. ഒരു 90% നിങ്ങളുടെ തെറ്റും. പിന്നെ നമുക്ക് വീണ്ടും അതിനോട് നോക്കുമ്പോൾ ഫുള്ളി കൺഫ്യൂഷൻ ആവും. അപ്പൊ അതിന് പകരം നമുക്ക് അറിയുന്ന ഓരോന്നും വെച്ച് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇനി ജസ്റ്റ് നോക്കാം. 3ാമത്തെ നോക്കുന്ന സമയത്ത്, ഇൻ കോൺഫറൻസ് there will be presentation by researchers, professionals and experts on their latest research findings, exchange ideas and network ആണ്. അത് ശരിയാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കോൺഫറൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇവന്റ് ആണ് എന്നുള്ളത്. എ സിംപോസിയം ഈസ് യൂഷ്വലി സെന്റർഡ് ഓൺ എ സ്പെസിഫിക് തീം ഓർ ടോപ്പിക്. അതും അവിടെ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 1, 3 and 4 ഓൺലി എന്നുള്ള ഓപ്ഷൻ 3 ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ ഒതന്റിസിറ്റി ഓഫ് ഡാറ്റ ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ക്യാൻ ബി എസ്റ്റാബ്ലിഷ് ത്രൂ എക്സ്റ്റേണൽ ക്രിറ്റിസിസം, എക്സ്പേർട്ട് ക്രിറ്റിസിസം, ഇന്റേണൽ ക്രിറ്റിസിസം, സിസ്റ്റമാറ്റിക് ക്രിറ്റിസിസം. ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കുക,
എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ എന്താ? പുറമേ ഉള്ള കാര്യങ്ങൾ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കാര്യങ്ങൾ അല്ലെ? അപ്പൊ അത് അതുപോലെ തന്നെയാണ് മീൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പാസ്റ്റ് ഇവന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു റിസർച്ച് ആണ്. നമ്മുടെ പഴയ കാലങ്ങളെ കുറിച്ച് ഇപ്പൊ ഒരു പഴയ എല്ലാം ഇപ്പൊ ചരിത്ര സ്മാരകം അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ താജ്മഹൽ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പഴയ കാര്യത്തെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുവാണ്. അപ്പൊ അത് മെയിൻലി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിരിക്കും. അവിടെ ഇന്റർവ്യൂ ഒബ്സർവേഷൻ ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് മെയിൻലി ഇന്റർവ്യൂസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ 2 ടൈപ്പ് ഓഫ് ഡാറ്റ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ അവിടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയും എന്ന് വിശ്വസിക്കുന്നു. ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതും ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അതല്ല ക്വസ്റ്റ്യൻ. ഒത്തന്റിസിറ്റി ഓഫ് ഡാറ്റ ആൻഡ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ക്യാൻ ബി എസ്റ്റാബ്ലിഷ് ത്രൂ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഉണ്ട്, ഇന്റേണൽ ക്രിറ്റിസിസം ഉണ്ട് അല്ലെ? പുറമേയും ഉള്ളിൽ എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കുക. അതായത് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ആ റിസർച്ച് ഉള്ളതാണോ അല്ലെങ്കിൽ ആ ഡാറ്റ ഉള്ളതാണോ, അതിന്റെ ഒത്തന്റിസിറ്റി, ഒരു ഡാറ്റന്റെ അത് ഒത്തന്റിക് ആണോ, നമ്മൾ ആ ഡാറ്റ എടുത്തത് ശരിക്കും ഇപ്പൊ സ്കൂളിൽ പോയി നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്ത് തന്നെയാണോ ആ ഡാറ്റ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവിടെ റെഫറൻസ് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആണോ, കറക്റ്റ് ആയിട്ട് തന്നെയാണോ നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ പുറമേ ഉള്ളൊരു ചെക്കിങ് അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം ആണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പക്ഷെ ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അതായത് ആ ഡാറ്റ കൊണ്ട് അവിടെ അനാലിസിസ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ, ആ ഡാറ്റ കൊണ്ട് ചെയ്യുന്ന ഉത്തരം അത് അക്യുറേറ്റ് ആണോ, അല്ലെങ്കിൽ അതൊരു വാലിഡിറ്റി അതിനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ ഡീപ്പായിട്ട് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സോ ഇവിടെ ഒത്തന്റിസിറ്റി ഓഫ് ഡാറ്റ ഒത്തന്റിക് ആണോ എന്ന് നോക്കുന്നത് ഉള്ളിൽ ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങിച്ചെന്ന് നോക്കണമെന്നില്ല. അത് എല്ലാം ചെയ്തത് ശരിയാണോ ഉള്ളതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ്. സിസ്റ്റമാറ്റിക് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഓവറോൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുവാണെങ്കിൽ അതാണ് സിസ്റ്റമാറ്റിക് ക്രിറ്റിസിസം. ആൻഡ് എക്സ്പേർട്ട് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ എന്താ, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ക്രിറ്റിസൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതാണ് എക്സ്പേർട്ട് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഞാൻ 3 ഫോക്കസ് ഏരിയ ഇപ്പൊ പറഞ്ഞു. ആദ്യത്തെ നമ്മുടെ തീസിസ് റൈറ്റിംഗിന്റെ ഒരു ഫോക്കസ് ഏരിയ, ദെൻ നമ്മുടെ കോൺഫറൻസ്, സിമ്പോസിയം, വർക്ക്ഷോപ്പ്, പേപ്പർ, ആർട്ടിക്കിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് അടുത്തത് നമ്മുടെ ക്രിറ്റിസിസം എന്നുള്ളൊരു ഭാഗവും ആൻഡ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്നുള്ളൊരു ഭാഗവും ഫോക്കസ് ഏരിയാസ് ആയിട്ട് പറയാം. ഇനി അടുത്തതാണ് നോക്കിക്കേ, പ്ലേജറിസം. ഇത് ആക്ച്വലി പ്ലേജറിസം ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അങ്ങനെ പറയാം. പക്ഷെ ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്ലേജറിസം. ഓക്കെ, പ്ലേജറിസം എന്ന് പറയുന്നത് കേട്ടോ. പ്ലേജറിസം എന്നുള്ളത് നമുക്കൊരു ഫോക്കസ് ഏരിയ ആയിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലേജറിസമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അതും വളരെ ഇമ്പോർട്ടന്റ് ആയതും ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ പ്ലേജറിസം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. എനിക്കറിയാലോ, കാരണം നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ ഇപ്പൊ പഠിപ്പിച്ച് ഏകദേശം ഒരു പരിചയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇപ്പൊ സെറ്റ് എക്സാം എടുത്താലും, സെറ്റ് എടുത്താലും, HSST എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ മെയിൻലി ഉണ്ട്. നെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 3 ഞാൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അറിയാൻ പറ്റും അല്ലേ, 3 നമ്മുടെ സ്റ്റുഡൻസിന് എടുക്കുമ്പോൾ അവർ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ റിസർച്ച് എത്തിക്സ്, പ്ലേജറിസം, ഇങ്ങനെ പബ്ലിക്കേഷൻ, APA എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അതാണ് ഇവിടെ മെയിൻലി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. സോ ക്വസ്റ്റ്യൻ ആണ്, എ പബ്ലിക്കേഷൻ വിച്ച് ഹാസ് സിഗ്നിഫിക്കന്റ് റീപ്രൊഡക്ഷൻ ഓഫ് കണ്ടന്റ് ഫ്രം എ പ്രീവിയസ്ലി പബ്ലിഷ്ഡ് ആർട്ടിക്കിൾ വിത്തൗട്ട് പ്രോപ്പർ റെഫറൻസ് ഓർ അക്നോളജ്മെന്റ്. അതായത് ഇപ്പൊ ഞാനൊരു കാര്യം പബ്ലിഷ് ചെയ്യുവാണ്, അത് ഞാനൊരു റിസർച്ച് ചെയ്തു, അത് പബ്ലിഷ് ചെയ്തു. ഇനി അതിത്തെ ഡാറ്റ തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ അത് തന്നെ ഞാൻ വീണ്ടും പബ്ലിഷ് ചെയ്യുകയാണ് വിത്തൗട്ട് ഇനി റെഫറൻസ് അല്ലെങ്കിൽ അവിടെ അക്നോളജ്മെന്റ് അല്ലെങ്കിൽ പ്രോപ്പർ റെഫറൻസ് ഒന്നും സൈറ്റ് ചെയ്യാതെ. നമ്മൾ കൃത്യമായിട്ടൊരു സൈറ്റേഷൻ കൊടുക്കണമല്ലോ. അങ്ങനെ സൈറ്റേഷൻ ഒന്നും കൊടുക്കാതെ ഞാൻ അത് വീണ്ടും പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പബ്ലിക്കേഷനെ പറയുന്ന പേര് എന്താന്നുള്ളതാണ്. എ റിഡൻഡന്റ് പബ്ലിക്കേഷൻ ആണോ, പ്ലേജറിസം കണ്ടന്റ് പബ്ലിക്കേഷൻ ആണോ, അൺനെസസറി പബ്ലിക്കേഷൻ ആണോ, എ മാനുസ്ക്രിപ്റ്റ് ഓഫ് എ പബ്ലിക്കേഷൻ ആണോ? ഞങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. കാരണം പലരും തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇത് നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കോഴിക്കോട് ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമിനൊക്കെ പോയി എടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ്. അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്.
റിഡൻഡന്റ് പബ്ലിക്കേഷൻ ആണ്. ഇപ്പൊ റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളൊരു മീനിങ്, ഡ്യൂപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മൾ ഒരിക്കൽ പബ്ലിഷ് ചെയ്ത സാധനം അത് അങ്ങനെ തന്നെ വീണ്ടും നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണ്, ഡ്യൂപ്ലിക്കേഷൻ അല്ലെ, പബ്ലിഷ് ചെയ്യുകയാണ്. അതിനെയാണ് റിഡൻഡന്റ് പബ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ, ദാറ്റ് ഈസ് റിഡൻഡന്റ് പബ്ലിക്കേഷൻ. ഓക്കെ, റിഡൻഡന്റ് പബ്ലിക്കേഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, എഡിറ്റേഴ്സ് അല്ലാതെ അവിടെ ഓത്തറിനെയാണ് തന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടും പലരും, ഞാൻ ഇപ്പൊ കോഴിക്കോട് ഓഫ്ലൈൻ പ്രോഗ്രാമിന് പോയ സമയത്തും പലരും മിസ് ചെയ്ത എല്ലാ ഓപ്ഷൻസ് സെയിം അല്ലേ, മിസ്സിന് തെറ്റിയതാണോ എന്നൊക്കെയായിരുന്നു ചോദിച്ചത്. പക്ഷെ ഇത് എല്ലാ ഓപ്ഷൻസും സെയിം അല്ല, അവിടെ പല രീതിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഡിഫറൻസ് വരുന്നത് ചെറിയ കുത്തിലും കോമയിലൊക്കെ ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. പക്ഷെ അത് തന്നെ അവിടെ വലിയൊരു മീനിങ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു കുത്തോ കോമയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അവിടെ റിസർച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് പറയും അല്ലെ. അപ്പൊ അതിനടക്കം ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ചിലത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്, ചിലത് ഇറ്റാലിക്സിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെഫറൻസ് ഈസ് റിട്ടൺ അക്കോർഡിംഗ് ടു അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, ദാറ്റ് ഈസ് APA ഫോർമാറ്റ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ആൻഡേഴ്സൺ, കോമ, ഇനിഷ്യൽ, ഡോട്ട്, ഇയർ, dot. Then getting consistent with the consequences, dot, education leadership, comma, 76. ആ 76 തന്നെ ഇറ്റാലിക്സിലാണ്, ബ്രാക്കറ്റിൽ 2 എന്ന് കൊടുത്തിരിക്കുന്നു, കോമ, 26 to 33. അതവിടെ പേജ് നമ്പർ ആണ്, ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ ആണ്. അപ്പൊ ഇതിന്റെ ഞാൻ ഫോമാറ്റ് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഓതർ നെയിം ആണ് അവിടെ കൊടുക്കേണ്ടത്, ലാസ്റ്റ് നെയിം ഫസ്റ്റ്. അതായത് ഓതർ നെയിം ആണെന്നുണ്ടെങ്കിൽ വലിയൊരു പേര്, ഇപ്പൊ സൂര്യനാരായണൻ എന്നാണെങ്കിൽ നാരായണൻ എന്നാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ദെൻ ഫോളോഡ് ബൈ എ കോമ, കോമ ഇടുന്നു. ദെൻ ദ ഇനിഷ്യൽ, കോമ ഇട്ട് കഴിഞ്ഞിട്ട് ഇനിഷ്യൽ കൊടുത്തതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ദെൻ ആർട്ടിക്കിൾ ടൈറ്റിൽ കണ്ടോ, യൂസ് ദ സെന്റൻസ് കേസ്. സെന്റൻസ് കേസ് എന്ന് പറയുമ്പോൾ ആദ്യമേ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്താൽ മതി, പിന്നീട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. So use sentence case ആണ്. This means only the first word of the title and the subtitle എന്തായിരിക്കണം, ഫസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ആൻഡ് പ്രോപ്പർ നൗൺസ് ആർ ക്യാപിറ്റലൈസ്ഡ്. ദെൻ ജേർണൽ ടൈറ്റിൽ, ജേർണൽ ടൈറ്റിൽ ആണ് ഇവിടെ എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ്. ആർട്ടിക്കിൾ ടൈറ്റിൽ ആണ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, ആർട്ടിക്കിൾ ടൈറ്റിൽ ആണ് ഗെറ്റിംഗ് കൺസിസ്റ്റന്റ് വിത്ത് കോൺസിക്വൻസസ്. കണ്ടോ, ഗെറ്റിംഗ് കൺസിസ്റ്റന്റ് വിത്ത് കോൺസിക്വൻസസിൽ G മാത്രമാണ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. G മാത്രമാണ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്, അത് കൊടുത്തു. ദെൻ എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് എന്നുള്ളത് ജേർണൽ ടൈറ്റിൽ ആണ്. ആ ജേർണൽ ടൈറ്റിൽ എന്തായിരിക്കണം, ഇറ്റാലിക്സിലായിരിക്കണം. ഓക്കെ, ജേർണൽ ടൈറ്റിൽ അവിടെ ഇറ്റാലിക്സിലായിരിക്കണം. ഇൻ ദീസ് ടെക്സ്റ്റ് ബേസ്ഡ് ഓപ്ഷൻസ് എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് റെപ്രസെന്റ്സ് ദ ജേർണൽ നെയിം. അവിടെ എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് ആണ് ഇവിടുത്തെ ജേർണൽ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഓതർ നെയിം, ദെൻ ആർട്ടിക്കിൾ ടൈറ്റിൽ. ആർട്ടിക്കിൾ ടൈറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതെന്തായിരിക്കണം, സെന്റൻസ് കേസ് ആയിരിക്കണം. ദെൻ ജേർണൽ ടൈറ്റിൽ അവിടെ ഇറ്റാലിക്സിലായിരിക്കണം കൊടുക്കേണ്ടത്. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ദെൻ വോളിയം ആൻഡ് ഇഷ്യൂ നമ്പർ ആണ്, വോളിയം ആണ് അവിടെ 76 കണ്ടത്, അതും ഇറ്റാലിക്സിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ചരിച്ചിട്ടുള്ള ഒരു നമ്പർ ആണ് അല്ലെ. അപ്പൊ ഇറ്റാലിക്സിലായിരിക്കണം കൊടുക്കേണ്ടത്. അതിന്റെ ബ്രാക്കറ്റിൽ ഇഷ്യൂ നമ്പർ കൊടുക്കുന്നു. ഇഷ്യൂ നമ്പർ ഇറ്റാലിക്സ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ ഒരു സാധാ പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. ദെൻ പേജ് നമ്പർ അവിടെ നമ്മൾ എത്ര 26 to 33 എന്നുള്ളത് പേജ് നമ്പർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഗെറ്റിംഗ് കൺസിസ്റ്റന്റ് വിത്ത് കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ടൈറ്റിൽ ആണ്. എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് എന്നുള്ളത് ജേർണൽ ടൈറ്റിൽ ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ആൻഡേഴ്സൺ ഓതറിന്റെ പേരാണ്. 76 എന്നുള്ളത് വോളിയം നമ്പർ ആണ്. ബ്രാക്കറ്റിൽ ഇഷ്യൂ നമ്പർ ആണ്. 26 to 33 എന്ന് പറയുന്നത് പേജ് നമ്പർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫോമാറ്റ് കേട്ടോ. ഈ ഒരു ഫോമാറ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. ഇത് ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുക, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് നിങ്ങൾ ചെയ്യുക. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും. ഇനി അങ്ങനെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എന്തായാലും നോക്കണം. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. പല തവണയായിട്ട് പല രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അസേർഷൻ റീസൺ ടൈപ്പ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ സിംപ്ലി ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ്, when 2 or more successive footnotes refer to the same work, which one of the following expressions is used? And we have 4 option. ibid ആണോ, എറ്റാൽ ആണോ, ഓപ്സിറ്റ് ആണോ, ലോക്സിറ്റ് ആണോ, ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യണം.
ഓക്കെ, വീഡിയോന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ വീഡിയോന് താഴെ തന്നെ ഒന്ന് കമന്റ് ചെയ്യാം. ആൻഡ് മറക്കണ്ട, നമ്മുടെ CCയിൽ ഇപ്പോൾ HSSന്റെ ക്ലാസ് ലോങ് ബാച്ച് അല്ല, ഷോർട്ട് ബാച്ച് ആണ്. കാരണം ഇനിയിപ്പോൾ എക്സാം അടുത്തു, ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. സോ ആ ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ നമുക്കിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് ഡെയിലി 4 മണിക്കൂർ ലൈവ് ക്ലാസ് ആണുള്ളത്. ആൻഡ് 10 മോഡൽ എക്സാം CBT ബേസ്ഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. സോ CBT ബേസ്ഡ് 10 മോഡൽ എക്സാംസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സൂപ്പർ റിവിഷൻ ബാച്ച് ആണ് നമ്മളിപ്പോൾ നമ്മുടെ HSSTക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നോക്കിക്കേ, ഈ ഒരു നമ്പറിലോട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. 8589083568 എന്നൊരു നമ്പറിലോട്ട് ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. കാരണം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഒരുപാട് റെഫർ ചെയ്തിട്ടൊക്കെയാണ് എല്ലാ ഫാക്കൽറ്റീസും എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ടും കൂടി ശ്രമിക്കുക. സോ എന്തെങ്കിലും സജഷൻസോ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലോ കമന്റ് ചെയ്യുക. ആൻഡ് ഏറ്റവും അവസാനം തന്ന നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ ഒന്ന് താഴെ കമന്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു. Download now. CC Learning App.